ഇന്ന് എൻ്റെ അച്ഛൻ്റെ കല്യാണമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാ മക്കൾക്കും അച്ഛൻ്റെ കല്യാണം കാണണമെന്ന് അങ്ങനെ എന്താ പറയാ, അങ്ങനെ അത്രയും ഭാഗ്യം കിട്ടാറില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം വന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയാ, എനിക്ക് വാക്കുകളിലൂടെ പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് സന്തോഷമുണ്ട്. എൻ്റെ അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് കാണാൻ പറ്റിയതിൽ അതിൽ സന്തോഷമുണ്ട്. പിന്നെ വിദ്യാൻ്റെ ഒരു പാവമാണ്. അപ്പൊ വിദ്യാൻ്റെ വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അച്ഛൻ അതുകൊണ്ട് നല്ല അച്ഛനെ മോൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അച്ഛൻ എന്തോ ഒരു ഹാപ്പി ആയിട്ടാണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്കും എല്ലാവർക്കും സന്തോഷം വരുന്നുണ്ട്. ഇപ്പോഴും ഒരുമിച്ച് തന്നെ നിൽക്കട്ടെ, നമ്മളെല്ലാവരും ഒരു അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഒരു കുടുംബമായിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് അച്ഛനെ ഇത്ര ഹാപ്പി ആയിട്ട് കാണുന്നത്. അപ്പോൾ അവർക്ക് എൻ്റെ ഒരു ബിഗ് കൺഗ്രാറ്റ്സ്. വിദ്യാൻ്റെ വളരെ കാര്യമായിട്ടാണ് നിൽക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. നീ ഹാപ്പി ആയിട്ടിരിക്കട്ടെ കുറെ നാൾ. അരുൺ ചേട്ടനും വിദ്യയ്ക്കും ഐ ലൈക്ക് ടു വിഷ് ആൻ എറ്റേണിറ്റി ഓഫ് ഹാപ്പിനെസ്. ഒരുപാട് സന്തോഷങ്ങളും അവർ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വിദ്യ ഒരുപാട് ഹാപ്പിനെസ് ഡിസേർവ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ഫൈറ്റർ, ഇൻഡിപെൻഡന്റ് ലേഡിയാണ്. ഷി ഡിസേർവ്സ് ഓൾ ദ ഗുഡ് ഇൻ ഹർ ലൈഫ്. അപ്പം പുള്ളിക്കാരി ഡിസേർവ് ചെയ്യുന്ന എല്ലാ ഹാപ്പിനെസ്സും കിട്ടട്ടെ. പക്ഷെ കിട്ടുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, കാരണം ഇപ്പുറത്ത് നിൽക്കുന്നത് ഇറ്റ്സ് അരുൺ ശേഖർ. അപ്പൊ ശേഖർ ബ്രദേഴ്സ് എപ്പോഴും ഭയങ്കര ഒരു എന്താ പറയുക, ഫാമിലി പേഴ്സൺസ് ആണ്. ഫാമിലിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രണ്ടുപേരാണ്. അപ്പം വിദ്യ ഈസ് ട്രൂലി ലക്കി ടു ഹാവ് ഹിം ഇൻ ഹർ ലൈഫ്. പിന്നെ ഈ ഒരു മൊമെന്റ് ഒരു ഭയങ്കര ഇതിന് രണ്ടുപേരോട് ഒരു ബിഗ് താങ്ക്സ് പറയണമെങ്കിൽ എന്റെ സൈഡിൽ നിന്ന് ഞാൻ പറയണമെങ്കിൽ അത് അനുവിനോടും നമ്മുടെ കുഞ്ഞുവാവയോടും ആണ്. എത്രയും സപ്പോർട്ടീവായിട്ടുള്ള രണ്ട് കുട്ടികൾ, അച്ഛന്റെ ഹാപ്പിനെസ്സിനൊക്കെ വാല്യൂ കൊടുക്കുന്ന രണ്ട് കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു മൊമെന്റ് നമുക്ക് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ പറ്റിയത്. എത്ര കുട്ടികൾ ഈ ജനറേഷനിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ കുട്ടി നാളെ അതുപോലെ ഒരാളായിട്ട് വളർന്നു വരണം. കുറച്ചുകൂടെ ബ്രോഡ് മൈൻഡായിട്ട് ഫാമിലിക്കും വാല്യൂസിനും ഒരാളുടെ ഫീലിങ്സിനൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന രണ്ട് കുട്ടികളായിട്ട് വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവരോടാണ് ഏറ്റവും എന്താ പറയുക, ഈ ഒരു മൊമെന്റിൽ എനിക്ക് പേഴ്സണലി താങ്ക്സ് പറയാനുള്ളത്. കാരണം അരുൺചാന്റെ ലൈഫ് കളർഫുൾ ആക്കിയത് ഈ രണ്ട് കുട്ടികളാണ്. ആൻഡ് ഓഫ് കോഴ്സ് വിദ്യ അതിലൊരു ചെറി ഓൺ ടോപ്പ് ഓഫ് ദ കേക്ക് എന്ന് പറയുന്ന പോലെ വിദ്യയും നാദുവും നമ്മുടെ ഫാമിലിയിലോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫാമിലി വലിയതായതിന്റെ സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. എനിക്ക് ഇത്രേ പറയാൻ തോന്നുന്നുള്ളൂ. ഇപ്പൊ ഞാൻ സൗഭാഗ്യം പറയുന്ന എല്ലാത്തിനും യോജിക്കുന്നു. അത് പറ്റില്ല, രണ്ട് വാക്ക് തനിയെ എഴുതി 5 മാസം അത് പറ്റില്ല എന്ന് പറയാൻ. നിന്റെ കല്യാണമല്ല, ഇത് എന്റെ ചേട്ടന്റെ കല്യാണമാണ്. മനസ്സിലായില്ലേ? എന്റെ ചേട്ടന്റെ കല്യാണമാണ്. എന്റെ ചേട്ടന്റെ കല്യാണം പറയണ്ടായിരുന്നു ചേട്ടാ. പിന്നെ അല്ല, അതായത് ഒരു പേജ് കവിയാതെ ഉള്ളത് പറയും, എക്സ്ട്രാ വേണ്ട. ഇത് ജനിച്ച അന്നോട്ട് ഞാൻ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനിച്ചത് 2 ടീച്ചർമാരുടെ വീട്ടിലാണ്. അത് കഴിഞ്ഞ് പരിചയപ്പെട്ട വേറെ ടീച്ചറിന്റെ മോളെ, അവളും ടീച്ചർ. അങ്ങനെ ജീവിതം മൊത്തത്തിൽ കുട്ടിച്ചോറായിരുന്നപ്പോൾ ആകെ ഒരു സന്തോഷം എന്റെ ചേട്ടൻ. അവൻ കല്യാണം കഴിച്ച് പോണേ എനിക്ക് ഇച്ചിരി വിഷമമുണ്ട്. പിന്നെ അലമ്പിൽ നടക്കാൻ പറ്റില്ല. പിന്നെ അവൻ കെട്ടിപ്പോട്ടെ. അവന്റെ നല്ല പകരം മോളൊന്നുമില്ല. ചേട്ടനെ മാത്രമേ ഉള്ളൂ. ഉപ്പിന്റെ അത്രയൊന്നും ഇല്ല ഉപ്പിലിട്ടത്. അതുകൊണ്ട് പിന്നെ ഇത്രയേ ഉള്ളൂ. പക്ഷെ എന്റെ ചേട്ടനാണെങ്കിൽ അങ്ങനെ പോവില്ല. മനസ്സിലായില്ലേ? ചെറിയ ഡയലോഗ് അടിച്ചാൽ എന്നോട് തന്നെ മനസ്സിലായില്ലേ? മക്കളെ കണ്ട് മാമ്പു കൊണ്ട് മോഹിക്കുന്നതാണ് എന്റെ അപ്പൻ സോമശേഖരൻ എന്നെ പഠിപ്പിച്ചത്. നിന്റെ അപ്പനാണോ? നിനക്ക് ആ ക്വാളിറ്റി ഇല്ലല്ലോ. നിനക്ക് ഇപ്പൊ ആരെ കണ്ട് മോഹിക്കണം? നിനക്ക് മക്കളെ കണ്ട് മോഹിക്കണ്ട. എനിക്ക് ഒരേ ഒരുത്തെ കണ്ട് മോഹിച്ചത് എന്റെ സൗഭാഗ്യം. സേഫ് ആൻസർ. എന്നാ പറയാ, വിദ്യ എന്നെ ഒരു ചേട്ടനായിട്ട് കണ്ടിട്ടില്ല. മോനെ എന്നൊക്കെയാണ് എന്നെ വിളിക്കണത്. എന്ത് മോനാണെന്നുള്ള എന്റെ വിദ്യാഭ്യാസം. എന്താ മോനെ എന്നൊക്കെ എന്റെ മുമ്പിൽ വല്ല ഉണ്ടോ? നാദുനെ കൊണ്ടൊരു 5 വാക്ക്. നാദുന് ഈ ഒരു അവസരത്തിൽ എന്താണ് തോന്നുന്നത്? അച്ഛനെ പറ്റി 2 വാക്ക് പറ. അച്ഛൻ നല്ലതാണ്. അച്ഛൻ നല്ലതാണ്. കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട്. അച്ഛൻ എത്ര ഇഷ്ടമാണ്? കുറെ ഇഷ്ടമാണ്. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മോളെ, നീ എത്രാം ക്ലാസ്സിലായി? നീ ഇവിടെ നിന്റെ അമ്മ വരട്ടുമ്പോ നിനക്ക് ഈ നാക്കൊന്നും അല്ലല്ലോ. ഇപ്പൊ 5 വാക്ക് പറയാൻ പറഞ്ഞാൽ 10 വാക്ക് കുറെ പറയണം. പഠിച്ചങ്ങോട്ട് പറയാൻ കൊണ്ട്. പനിയായിട്ട് മാത്രം നുള്ളുന്നില്ല, പക്ഷെ അടിയുണ്ട്. അച്ഛനും അമ്മയെ പറ്റി പറയാൻ ഒന്നും ഓർമ്മ വന്നില്ലേ? കൊച്ചിനെ പറ്റി പറഞ്ഞാൽ അമ്മയെ പറ്റി പറ. എന്നിട്ട് എന്റെ സീരിയൽ കാണുന്നൂടെ പറഞ്ഞു. അമ്മ അത്ര അച്ഛൻ പാവാണ്. അച്ഛൻ പാവല്ല, അച്ഛൻ പാവാണ്.
അത് അവരുടെ ഒരു പ്ലാനിങ് ആണ്. ഒരാള് പാവം, ഒരാൾ ഭയങ്കരമായിട്ട് ഇരുന്നാലേ പിള്ളേര് നേരെ വളരുള്ളൂ. മനസ്സിലില്ലേ? അമ്മ ഭയങ്കരമായിട്ട് ഇരിക്കുന്ന, അച്ഛൻ പാവമായിട്ട് ഇരുന്ന അവൻ രഹസ്യം അടുക്കള പറയും, വിദ്യയെ മറ്റേ കൊച്ചിന് അങ്ങനെ 2 കൊടു. അങ്ങനെയാണ്. ഞാനാണ് ചിക്കു. വിശ്വസാണ് പറയുന്നത്. അച്ഛനും വിദ്യേന്റെയും ലൈഫ് ലോങ് ഹാപ്പി ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാദു, അനു, കിജു എല്ലാരും ഹാപ്പി ആയിട്ട്. നല്ലൊരു വിഷയമാണ് അത്. ഒരു 10 മാർക്ക് കൊടുക്കാൻ വേണമെങ്കിൽ. അയ്യോ. ഇനി നമുക്ക് ആശമ്മയിലേക്ക് കിടക്കാം. ആശമ്മയ്ക്ക് അയ്യോ നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി, എന്നെ നിങ്ങൾ വിളിക്കാതെ നിങ്ങളായി നിങ്ങളുടെ പാടായി എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുമെന്നാണ്. ഒരു ആശംസ പറയേ. അരുണിനും വിദ്യക്കും എന്റെ വിവാഹ മംഗളാശംസകൾ. കൊച്ചേപ്പയ്ക്ക് അച്ഛന്റെ കല്യാണം. കൊച്ചേന്റെ കല്യാണം കണ്ടോ? കൊച്ചേപ്പി ഓഹോ, അച്ഛൻ കല്യാണം കൊള്ളായിരുന്നോ? അച്ഛൻ ആരെയാണ് കല്യാണം കഴിച്ചത്? കൊച്ചു പറ. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഇത്രയും നേരം ഈ ക്ലാസ് റൂമില് ഒരു അലമ്പ് ബാച്ചും പിന്നെ ഒരു വളരെ സ്റ്റുഡിയസ് ആയിട്ടൊരു ബാച്ച് കാണുമല്ലോ, ഫ്രണ്ട് ബെഞ്ചേഴ്സ്. അവർ A ഡിവിഷനാണ്, നമ്മുടെ D ഡിവിഷൻ. ഒരു അക്ഷരം എങ്ങനെ സാറി ഇതുവരെ ഒരു അക്ഷരം പോലെ വേണ്ടിയിട്ടില്ല. പക്ഷെ ഇത്രയും സൈലന്റ് ആയിട്ട് നിൽക്കുന്ന A ഡിവിഷനിലെ കുട്ടികളിൽ നിന്നും എന്തെങ്കിലും ഒരു വാക്കെങ്കിലും ശേഖരിക്കാൻ പറ്റുമെന്ന് ഞാനിപ്പോ ശ്രമിക്കുകയാണ്. എന്താണ് വിദ്യയുടെ അനിയത്തിയാണ് സന്തൂർ. വിദ്യയുടെ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഒരു വിവാഹ മംഗള ആശംസ. ചുമ്മാ പറഞ്ഞു കേട്ടോ. ഇതിനെ കുറിച്ച് 2 കുറ്റം കൂടെ പറഞ്ഞു. 2 കുറ്റം കൊണ്ട് പറയാം. കുറ്റമൊന്നും പറയാനില്ല. ഒരുപാട് കഷ്ടപ്പെട്ടത് എന്റെ മക്കള്. എന്താ പറയാ, വാക്കുകൾ കിട്ടുന്നില്ല. തുടർന്നും നിങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാതൊന്നും പറയാനില്ല. പക്ഷെ മനസ്സ് ഒരുപാട് നിറഞ്ഞിരിക്കുവാണ്. ഞാനിത് അടുത്ത് A ഡിവിഷനിലെ അടുത്ത് എനിക്ക് ഇങ്ങോട്ട് വഴക്കിട്ട് വന്നു. അമ്മമ്മയ്ക്ക് വിവാഹ മംഗളാശംസകളായിട്ട് എന്തെങ്കിലും പറയാനുള്ളൂ? വെള്ളടിക്കാതെ പറഞ്ഞോ. അവൾ നല്ല രീതിയിൽ ജീവിച്ച് കണ്ടാ മതി എനിക്ക്. വേറെ ഒന്നും എനിക്ക് പറയാം. നിങ്ങൾ ആദ്യം നല്ല രീതിയിലൊക്കെ ഒന്ന് ജീവിക്കുക ആദ്യം. എന്നിട്ട് നിങ്ങൾ ഈ കാര്യത്തിനൊക്കെ ഇറങ്ങി പുറപ്പെടും. നിങ്ങൾ ചുമ്മാ അല്ലേ? താങ്ക് യു അമ്മമ്മ, താങ്ക് യു. ഇനി അടുത്ത ഈ A ഡിവിഷനിൽ ഏറ്റവും സ്റ്റുഡിയസ് ആയിട്ടുള്ള, ഞാൻ കണ്ടപ്പോ തൊട്ട് ഒരു അക്ഷരം ആകെ എന്നോട് ചോദിച്ചത് മോളിൽ പോയുള്ള വഴി ഏതാന്ന്. എന്നോട് ആകെ സംസാരിച്ചത്. കമോൺ, ഈ ഒരു അവസരത്തിലേക്ക് എന്തെങ്കിലും ഉണ്ടോ? കരഞ്ഞോണ്ട് പറയാം. ഒരു മനുഷ്യന്റെ അവകാശമാണ് അത് കരയുന്നത്. മക്കളെ ഞാൻ ഒരു കുടുംബത്തിൽ വന്ന് എത്തിയതിൽ സന്തോഷമുണ്ട്. എന്നിട്ട് കരയാണല്ലോ ഈ ഭാഗം. ഇങ്ങനെ ഒരു കുടുംബത്തിൽ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ആള് കരയാണ്. വിദ്യ സത്യം പറയാം, നമ്മളെ വിദ്യയുടെ അച്ഛന്റെ 2 വാക്കും കൂടെ കേട്ടിട്ട് നമുക്ക് ആഹാരം കഴിക്കാം. അത് കേട്ടേ പറ്റുള്ളൂ. ഞാൻ പിടിച്ച എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒന്നും വിഷമിക്കട്ടെ, എല്ലാം നമ്മളല്ലേ. ഒരു നാത്തൂന്റെ എല്ലാ
മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ആരുടെയും വയർ ഇപ്പോൾ നിറഞ്ഞിട്ടില്ല. അത് നിറയ്ക്കാനായിട്ട് ഞങ്ങൾ ദാ പോവുകയാണ്. ഓക്കെ ബൈ. ഇനി നമ്മളെ കാണില്ല, കഴിക്കാൻ പോവുകയാണ്. നമ്മളെ കാണില്ലേ? നമ്മളെ കാണും. ഓ, കഴിക്കുന്നവരെ കാണില്ല. ബൈ. അതെ, ഓക്കെ. വീണ്ടും ആദ്യത്തെ ലൈൻ തന്നെ പാടി മറ്റേ പാട്ട് എടുത്ത് കല്യാണാമത്തിലെ പാട്ട് ചൊരിയ അനുഗ്രഹം ചൊരിയ അല്ല ചൊറിയാന്നല്ല. ഞാൻ കേട്ട ചൊറിയാന്നാണ്. തിങ്കളേ പൂത്തിങ്കളെ ഇനിയൊളി കണ്ണറിയരുതേ. ജനലരികിൽ ഈ കൺമണിയെ അനൗൺസ്മെന്റ് തൊലച്ചു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അങ്ങനെ അരുൺ ശേഖറും പിന്നെ വിദ്യ അരുൺ ശേഖറും വിവാഹിതരായിരിക്കുന്നത് സുവർണവേളയിൽ എന്നെ ആരും കേൾക്കുന്നില്ല. ഞാൻ കേൾക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന ക്യാമറ ഓഡിയൻസ്. അമ്പാടിക്കളിമുത്തെ പൂക്കളെടുക്കാൻ നിന്നെ മാനത്തെ മണിമില്ലിൽ വെള്ളിപ്പോയാ കൊതിച്ചുപോയി തുമ്പിക്കല്യാണത്തിൽ കണ്ടെത്തിയ തുമ്പികളിൽ തുമ്പക്കൊടിയഴകുള്ളവളാരോ. പതിനാറാം നാവിന്റെ നിറ പോലെ വന്നല്ലോ അവള കണ്ണിൻ ജലത്ത വെള്ളിക്കുന്ന കുപ്പായം എത്തിയ മളവ എനിക്ക് എല്ലാത്തിനും ആദ്യം കൊച്ചിയിൽ കിയാക്കിയ കുരുവി പാട്. Ready? 1, 2, 3, start. താലിയെ തേവയില്ല നീതായ പൊഞ്ചാതി താമ്പൂലം തേവയില്ല നീതായ സരിപാതി. എന്തടി നിനക്ക് സത്യം പറഞ്ഞാൽ കുറെ നാളായിട്ടോ നമ്മൾ ഇത്രയും അധികം എൻജോയ് ചെയ്ത് ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്തായാലും ഈ ഒരു ഹോട്ടലുണ്ടല്ലോ പ്രശാന്ത്, ഇവിടെ നമ്മളുടെ ഫാമിലിയുടെ ആ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് എല്ലാവരും കൂടി ഓണത്തിന് ഇവിടെ കഴിക്കാൻ വന്നിട്ടുള്ള ഒരു മെമ്മറിയാണ്. ഈ ഹോട്ടൽ അങ്ങ് സ്പെഷ്യൽ ആയിപ്പോട്ടോ. ഞങ്ങൾ ഓണം വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വന്ന് സദ്യ കഴിക്കുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫാമിലിയിലെ അംഗങ്ങളൊക്കെ പോയി വളരെ കുറച്ച് ആൾക്കാരായിട്ട് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ഓണം നമുക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ഗ്ലൂമി ആയി പോയ ഒരു ഓണമായിരുന്നു അത്. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് ഓണം ബെറ്റർ ആയത്
വിദ്യയും നാദവും കൂടി ഞങ്ങളുടെ കൂടെ ഓണസദ്യ കഴിക്കാനായിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ അവരെ പരിചയപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അരുൺ ചേട്ടൻ്റെയും വിദ്യയുടെയും ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തൊക്കെ ഒരു ടൈമായിരുന്നു അത്. ഫ്രണ്ട്ഷിപ്പ് പറയാൻ പറ്റില്ല, സംതിങ് മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എപ്പോൾ ഫാമിലി ആയിട്ട് വന്നാലും ഈ ഓണം സമയത്ത് പ്രശാന്ത് ഹോട്ടലിൽ ഒരു സ്പോട്ടിൽ നിന്ന് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കും. അപ്പോൾ അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നു നമുക്കൊരു 4-5 വർഷത്തിൻ്റെ ഫോട്ടോസ് ഉണ്ട് ആ സെയിം സ്പോട്ടിൽ നിന്ന് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോയി നിന്ന് വിദ്യയും നാദവും കൂടെ ഇൻക്ലൂഡായിട്ട് നമ്മളെല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ വിചാരിച്ചു, നെക്സ്റ്റ് ഓണം ഇവർ കപ്പിളായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഓണസദ്യ കഴിക്കുന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ഞാനത് വിദ്യയോട് പറയുകയും ചെയ്തു, അരുൺ ചേട്ടനോടും പറഞ്ഞു കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ ഈ ഓണം അരുൺ ചേട്ടനും വിദ്യയും കല്യാണം കഴിഞ്ഞിട്ട് ആണ് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ സന്തോഷമായിരുന്നു. കല്യാണ തലേന്ന് ദിവസം തൊട്ട് ഞങ്ങളിൽ മിക്കവരും ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഉറങ്ങി തൂങ്ങാൻ തുടങ്ങി. ഫുഡും കൂടെ കഴിച്ചപ്പോഴത്തേക്കും ഉറക്കം അങ്ങനെ ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് തുടങ്ങി കേട്ടോ. അനുവൊക്കെ നിന്ന് ഉറങ്ങാൻ തുടങ്ങി. എവിടെയെങ്കിലും ചാരി നിർത്തി കഴിഞ്ഞാൽ അവിടെ ചാരി നിന്ന് ഉറങ്ങുമെന്നുള്ള സെറ്റപ്പായി കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിൽ ചെല്ലുക, കിടന്നുറങ്ങുക. ലേറ്റ് ഈവനിങ് ഞങ്ങൾ ചെറിയൊരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് ആരെയുമേ വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് ഒരു അടിച്ചുപൊളി പാർട്ടി അത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഞാൻ ആ പറഞ്ഞ വീഡിയോ. ഞങ്ങളുടെ ഓണം വ്ളോഗ് കണ്ടപ്പം ഈ ഒരു ഭാഗത്തിന്റെ വിഷ്വൽസ് ഒക്കെ വെച്ചിട്ടായിരുന്നു ആൾക്കാർ ചോദിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്, ആരാണ് ഈ പുതിയ ആള്, ന്യൂ 2 മെമ്പേഴ്സ് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം വേഗം റിവീൽ ചെയ്യാം എന്നൊക്കെ. അപ്പോൾ ഈ 2 വീഡിയോസ് ഒരുമിച്ച് കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ വീട്ടിൽ പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഒരേ പാർട്ടി മോഡായിരുന്നു കേട്ടോ. ഫുള്ള് ഡാൻസ്, പാട്ട് വിത്ത് ഫ്രണ്ട്സ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്പേസിൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇതായിരിക്കും ഞങ്ങളുടെ ലാസ്റ്റ് സെലിബ്രേഷൻ. അതിനുശേഷം ഞങ്ങൾ വീട് മാറി പോവുകയാണല്ലോ. അപ്പോൾ ഈ ഒരു ഹാളിൽ എന്തെല്ലാം സെലിബ്രേഷൻസ് നടന്നിട്ടുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇങ്ങനൊരു സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുന്നതിൽ ഒരു സന്തോഷമുണ്ട്. നമ്മൾ ഒരു മനോവിഷമത്തോടു കൂടിയല്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ വീട്ടിൽ നിന്ന് പോകുന്നത്. അങ്ങനെ മനസ്സ് നിറഞ്ഞ് മതി മറന്ന് ഡാൻസ് ചെയ്ത് സന്തോഷിച്ച് ഞങ്ങൾ ആ ഡേ വൈൻഡപ്പ് ചെയ്തു ഒരുപാട് നാൾക്ക് ശേഷം. അപ്പോൾ താങ്ക് യു ഗൈസ് so much for being a part of this wonderful phase of our life. Love you guys so very much. See you next time. Bye.